അമ്പലപ്പുഴ ഡിവൈഎസ്പിയുടെ ഔദ്യോഗിക വാഹനം ഇടിച്ച് പരിക്കേറ്റയാൾ മരിച്ചു. ഇരുവകാട് സ്വദേശി സിദ്ധാർത്ഥനാണ് മരിച്ചത്. ഇയാൾ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടയിൽ വാഹനം ഇടിക്കുകയായിരുന്നു. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ ചെയ്തു. മനീഷ്, ഔദ്യോഗിക വാഹനമാണ്, ഡ്രൈവർ തന്നെയാണ് ഓടിച്ചത് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം? ഇന്ന് രാത്രി 9 മണിയോടുകൂടിയായിരുന്നു അപകടം. ഈ അമ്പലപ്പുഴ ഭാഗത്തു നിന്നും ആലപ്പുഴയിലേക്ക് ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം ഡിവൈഎസ്പിയുടെ ഔദ്യോഗിക വാഹനത്തിൽ പോവുകയായിരുന്നു. ഈ ഡിവൈഎസ്പിയുടെ ഡ്രൈവറായിരുന്നു വാഹനം ജീപ്പ് ഓടിച്ചിരുന്നത്. അവിടെ കളർകോട് വെച്ചാണ് അപകടമുണ്ടായത്. ആ കളർകോട് ഈ റിലയൻസ് മാളിന്റെ മുൻപിൽ ഒരു സിഗ്നലിന്റെ മുമ്പിൽ വെച്ചാണ് റോഡ് മുറിച്ച് കിടക്കുന്നതിനിടയിലാണ് വാഹനം ഇടിച്ചത്. ആ സമയത്ത് അവിടെ വേണ്ട വിധം വെളിച്ചമില്ലായിരുന്നു റോഡിൽ എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ആ സമയത്ത് ഔദ്യോഗിക വാഹനം ഇയാളുടെ ദേഹത്ത് തട്ടുകയായിരുന്നു. ഇയാൾക്ക് ദേഹത്ത് വലിയ പാടുകളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ക്ഷതമോ പരിക്കുകളോ ഒന്നും ഏറ്റിട്ടില്ല. ഈ വാഹനം ഇടിച്ചത് നെഞ്ചത്താണ്, ദേഹത്താണ് ഇടിച്ച് താഴെ വീണു. ഡിവൈഎസ്പിയുടെ വാഹനത്തിൽ തന്നെ ആലപ്പുഴ ജില്ലാ ആശുപത്രിയിലേക്ക് ഇയാളെ എത്തിച്ചു. സിദ്ധാർത്ഥൻ ആണ് ഇയാളുടെ പേര്. 64 വയസ്സാണ്. ആലപ്പുഴ ഇരവുകാട് സ്വദേശിയാണ്. അങ്ങനെ ജനറൽ ആശുപത്രിയിൽ ഉടനെ എത്തിച്ചെങ്കിലും അദ്ദേഹം അരമണിക്കൂറിനകം തന്നെ മരിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ വരുന്ന മണിക്കൂറിൽ ലഭ്യമാവുകയുള്ളൂ. സുഹൈൽ. ശരി, അമ്പലപ്പുഴ ഡിവൈഎസ്പിയുടെ ഔദ്യോഗിക വാഹനം ഇടിച്ച് പരിക്കേറ്റയാൾ മരിച്ചിരിക്കുന്ന ദുഃഖകരമായ വാർത്തയാണ് വരുന്നത്. അപകടം നടന്നുകൊണ്ട് തന്നെ ഡിവൈഎസ്പിയുടെ വാഹനത്തിലടക്കം ഇയാളെ, സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ആളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല എന്ന വിവരങ്ങളാണ് മനീഷ് മഹിവാൽ നൽകുന്നത്.